அதுவா நீ சீக்கிரம் வெள்ளையாகணும்ட்டு நான் தான் அதுல கொஞ்சம் ப்ளீச்சிங் பவுடரை மிக்ஸ் பண்ணிட்டேன். என்னம்மா இத்துணுண்டு போட்டுக்கிட்டு குங்குமம் பூ இவ்வளவு போடக்கூடாதுப்பா. போது ஐயோ மொத்தத்தையும் குடிக்காதப்பா, வயித்த கீத்த காக்க போகுது. ஸ்டீல் பாடி ஒன்னும் ஆகாது. என்னாச்சு சிவாஜி? போல் வந்திருக்கு. அப்பா சொல்லு என்னாச்சு? முடியல. பயப்படாதீங்கம்மா, நம்ம முதலாளி தான். வெயில்ல தோல் கருக்காம இருக்கா ஏசி ட்ரெஸ் போட்டிருக்கா. என்ன சிவாஜி இது? சேத்துல விழுந்த முதல்வன் அர்ஜுன் மாதிரி ஆயிட்ட. ഇത് ഉൾട്ടാടി മട്ടി. ഒരുപാട് പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ സീച്ചേട്ടൻ എന്നോട് വീട്ടിരുന്ന് പറഞ്ഞു, മണിച്ചിത്രത്താഴിലെ ശോഭന പാലക്കാമാല നോക്കുന്ന പോലെ ഉണ്ടെന്ന്. ആദ്യം തന്നെ എടുത്തു പറയുന്നത് ഇവരുടെ ഹെയർ ഓയിൽ ആണ്. കറക്റ്റ് 1 മാസം ആകുമ്പോൾ ഞാൻ എന്റെ റിസൾട്ട് നിങ്ങളോട് പക്കയായിട്ട് പറയാം. എന്റെ ഫ്രണ്ട് അശ്വതി ആട്ടോ എന്നോട് ചോദിച്ചു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാവോ, അത്രയ്ക്ക് നല്ലതാണ്. അപ്പൊ എന്റെ ഹെയർ നിങ്ങൾ നോക്കിക്കോ, ഇത് ഇത്രയുണ്ട്. ഇവരുടെ ബേബി ഓയിൽ ആണ് കേട്ടോ. എന്തായാലും ഞാൻ 1 മാസം കഴിയുമ്പോൾ റിവ്യൂ ഇടും കേട്ടോ. ഫേസ് മാസ്ക് ഉണ്ട്, പിന്നെ എനിക്ക് ഫേസ് വാഷ് ഉണ്ട്, പിന്നെ ടെർമറിക് പൗഡർ ഉണ്ട് കേട്ടോ, പിന്നെ ടോണർ, ലിപ് സ്ക്രബ്ബർ, അങ്ങനെ എന്തെല്ലാം ഉണ്ടാവോ അത്, സ്കിൻ കെയർ ഓയിൽ, അങ്ങനെ അതെല്ലാം ഉണ്ട്. എനിക്ക് അത്യാവശ്യം ഈ ലിപ് ബാമും ഹെയർ ഓയിലും ആണ് കേട്ടോ. ലിപ് ബാം എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഇട്ടിട്ട് എന്റെ ഒരു പരുവായിട്ടുണ്ട്. അപ്പൊ ആയുസ് ഹെർബലിന്റെ ഈ സാധനങ്ങളെല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. നിങ്ങളൊക്കെ കാണണ്ടേ? ദേ മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. അയ്യോ ചെലങ്കയുടെ അമ്മ എവിടെ? കുളിക്കാ. എന്റെ സോപ്പ് മുഴുവൻ തീർത്ത് കാണും. സോപ്പിടണ്ട. സോപ്പിട്ടു. ഇന്ദുലേഖ വൈൻ, സൗന്ദര്യം ഇനി നിങ്ങളെ തേടി വരും. ചാത്തു ജില്ലാ ഉപഭോക്തൃ കോടതിയിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ മാസം 11-നാണ് പരാതി നൽകിയത്. ഇന്ദുലേഖ വൈറ്റ് സോപ്പ് ഉപയോഗിച്ചാൽ സൗന്ദര്യം ഇനി നിങ്ങളെ തേടി വരും എന്ന നടൻ മമ്മൂട്ടിയുടെ പരസ്യ വാക്കുകളിൽ ആകൃഷ്ടനായാണ് ചാത്തുവും കുടുംബവും കഴിഞ്ഞ 1 വർഷമായി ഇന്ദുലേഖ വൈറ്റ് സോപ്പ് ഉപയോഗിച്ചു വന്നത്. എന്നാൽ ഉപയോഗിച്ചിട്ട് ഗുണം ലഭിക്കാതായതോടെയാണ് ചാത്തു കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. ടിവിയിൽ ഇന്ദുലേഖ സോപ്പ് ഉപയോഗിച്ചാൽ നല്ല നിറവും വരും, ശരീരം വെളുക്കുകയും ചെയ്യുമെന്നുള്ള മമ്മൂട്ടി പറയുന്നതായിട്ട് ടിവിയിൽ കണ്ടത്. അപ്പോൾ അതിലേക്ക് ഞാൻ ആ സോപ്പ് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ 1 വർഷത്തോളം ഉപയോഗിച്ചിട്ട് എനിക്ക് യാതൊരു മാറ്റം വന്നില്ല. അപ്പോൾ ഇതൊരു എന്നെ വഞ്ചിച്ചതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പരാതി സ്വീകരിച്ച കോടതി ഈ മാസം 22-ന് ഇന്ദുലേഖ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയോടും കമ്പനി പ്രതിനിധികളോടും ജില്ലാ ഉപഭോക്തൃ കോടതിയിൽ ഹാജരാവാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്.
എഴുന്നേറ്റ് കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ രാവിലെ മുടിയൊക്കെ കെട്ടി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി അടുക്കളയിലോട്ട് കയറി കേട്ടോ. നമുക്ക് എളുപ്പപ്പണിക്ക് ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ പുട്ടെല്ലാം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ടു. ഒരുപാട് പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSഉം MBBSഉം പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഓരോ കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെയും ഒക്കെ. അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിൻ്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ അപ്പം നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പറായിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പോൾ ബില്ല് അവിടെ നിൽക്കട്ടെ, എൻ്റെ ഫയലിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതുവരെ എടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷേ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ടെൻഷനും എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സ് അംഗീകരിക്കാത്ത എൻ്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. പക്ഷേ ഇപ്പം നമ്മൾ ഹീലിംഗ് സെക്ഷനിലൊക്കെ എടുത്തു. അപ്പോൾ ഡോക്ടർ തന്നെ എന്നോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിശ്വസിക്കുന്നതെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ മൊത്തത്തിൽ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. സ്വയം വെളുക്കാനും മറ്റുള്ളവരെ വെളുപ്പിക്കാനുമുള്ള ഓരോരുത്തരുടെ തത്രപ്പാടുകളാണ് നമ്മൾ ഈ വീഡിയോയിലുടനീളം കണ്ടുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ വൺ മിസ് കല്യാണി, മൈ വേ ബൈ കല്യാണിയോട് ഡോക്ടർ ചോദിച്ച അതേ ചോദ്യം വേറൊന്നുമല്ല, എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ വിശ്വസിക്കുന്നതെന്ന്. ആ ചോദ്യം തന്നെയാണ് നിങ്ങളുടെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിനോട് എനിക്കും ചോദിക്കാനുള്ളത്. എന്തിനാ എല്ലാവരെയും ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്നതാണ്? ഇവരൊക്കെ എത്രമാത്രം ഫേക്കാണ് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ. പൈസയ്ക്ക് വേണ്ടി എന്തും വിളിച്ചു പറയുന്ന യാതൊരു ആത്മാർത്ഥതയും ഇല്ലാത്ത ആളുകളാണ്. ഇപ്പോൾ നമ്മൾ പണ്ട് പറയുകയാണെങ്കിൽ മമ്മൂക്ക, മോഹൻലാൽ പോലുള്ള വലിയ ആളുകൾ പല അഡ്വർടൈസ്മെൻറ്റുകളും ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അതിൻ്റെ ചെറിയ വേർഷനാണ് ഇപ്പോഴത്തെ നമ്മുടെ ബ്യൂട്ടി ബ്ലോഗേഴ്സ് ഏറ്റെടുത്തിരിക്കുന്നത്. അവർ കുറച്ചും കൂടി ഹൈ റാങ്കിലുള്ളവർ, ഇവർ കുറച്ചും കൂടി താഴെ തട്ടിലുള്ളവർ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. 2 കൂട്ടരും ചെയ്യുന്നത് കാശിനു വേണ്ടി ഞങ്ങൾ എന്തും പറയും, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പണ്ട് ലാലേട്ടൻ പറഞ്ഞതുപോലെ ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടുന്നു പറഞ്ഞിട്ട് കണ്ണൻ ദേവന്റെ പരസ്യം നമ്മൾ കണ്ടു. ഉയരം കൂടിയ ചായയുടെ രുചി കൂടുമോ? ഒരിക്കലും ഇല്ല. പക്ഷെ അത് ഒരു ആടാണ്, അത് വെറും ഒരു പരസ്യമാണ്. ലാലേട്ടൻ അങ്ങനെ ഒരു ചായ കുടിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല എന്നുള്ളത് ഭൂരിഭാഗം പേർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ബ്യൂട്ടി ബ്ലോഗേഴ്സിനെ സംബന്ധിച്ച് അവർ നമ്മളുമായിട്ട് കുറെ കൂടി ഇൻറ്ററാക്റ്റീവ് ആണ് അല്ലേ. അവരുടെ ഡേ ടു ഡേ ലൈഫ് നമ്മളെ കാണിക്കുന്നു. എടാ മോനെ, ചക്കരേ, കുട്ട എന്നെല്ലാം വിളിച്ച് നമ്മളോട് സംസാരിക്കുന്നു. അപ്പോൾ അവരുടെ വീട്ടിലെ വിശേഷം നമ്മുടെ ഒരു അംഗം നമ്മളോട് സംസാരിക്കുന്ന പോലെയാണ് അവർ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ അവർ നമ്മളിൽ കൂടുതൽ വിശ്വാസ്യത നേടിയെടുക്കുന്നു. ആ വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഇത്രമാത്രം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നതും അതിൻ്റെ പരിണിത ഫലമായിട്ട് അവർക്ക് ഇങ്ങനെയുള്ള കൊളാബറേഷൻ വീഡിയോകളും അതുവഴി നല്ല രീതിയിലുള്ള വരുമാനവും കിട്ടുന്നു അല്ലേ. അപ്പോൾ ഈ പറയുന്ന മൈ വേ ബൈ കല്യാണിയുടെയൊക്കെ പ്രൊഡക്റ്റുകൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ചെറിയ കുട്ടികളാണ്, ടീനേജേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാം, കൂടുതലും ടീനേജേഴ്സ് കുട്ടികളാണ് അല്ലേ. അവരുടെ ആ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ വളരെയധികം ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ നമ്മൾ ആരും ഡാർക്ക് സ്കിൻ, നീ ഭയങ്കര ബ്ലാക്ക് ആണ് എന്നൊന്നും പൊതുവെ പറയാറില്ല. ആ ഒരു പേരിന് തന്നെ മാറ്റം വന്നു. പിഗ്മെൻറ്റഡ് സ്കിൻ, ടാൻഡ് സ്കിൻ, ആ ഒരു ലേബലിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ എന്തായി, ഇവരെല്ലാം വളരെ കൂടുതലായിട്ട് പ്രൊഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം കേൾക്കുമ്പോൾ പാവം കുട്ടികൾ എന്ത് ചെയ്യും? ഇതൊരെണ്ണം വാങ്ങിയാൽ വെളുക്കും. പക്ഷേ ഇവർ നോക്കുമ്പോൾ കാണുന്ന വേറൊരു കാര്യമുണ്ട്. എന്താ അറിയോ? രാവിലെ ഉപയോഗിക്കുന്ന ക്രീമല്ല ഒരു പിറ്റേ ദിവസം ഉപയോഗിക്കുന്ന ക്രീം. ഇതിൻ്റെ എല്ലാം ഓരോ ദിവസം ഒരാഴ്ചയിൽ 2 or 3 ക്രീമുകൾ മാറി ഉപയോഗിച്ച് റിവ്യൂ ചെയ്യുന്ന ആളുകളാണ് ഈ പറഞ്ഞ മൈ വേ ബൈ കല്യാണി. ശരിയല്ലേ ഞാൻ പറയുന്നത്? അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരു കിഡ്നി ഫെയിലിയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജാസ്മിൻ ജാഫർ ഒരു കേസ് പോയിരുന്നു അല്ലേ. അവർ പ്രൊമോട്ട് ചെയ്ത ഒരു പ്രൊഡക്റ്റ്, ഒരു ക്രീം, ഫേസ് ക്രീമാണ്. അതിനകത്ത് എന്തോ മെർക്കുറി കണ്ടന്റ് ഉണ്ടായിരുന്നു.
ഒരു ഡോക്ടറിൻ്റെ അടുത്ത് അതായത് ഒരു അടുപ്പിച്ചടുപ്പിച്ച ദിവസങ്ങളിൽ കുറച്ച് കുട്ടികൾ സെയിം സിംറ്റംസ് ആയിട്ട് വന്നു. ഡയഗ്നോസിസ് ചെയ്തപ്പോൾ ഒക്കെ ഇതുപോലെ റീനൽ ഫെയിലുറുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ്. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഹിസ്റ്ററി കളക്ട് ചെയ്തപ്പോൾ മനസ്സിലായി ഇവരെല്ലാം പുതിയൊരു പ്രോഡക്റ്റ്, അതായത് ക്രീം യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അന്വേഷിച്ച് പഠിച്ച് വന്നപ്പോഴാണ് നമ്മുടെ പ്രസിദ്ധയായിട്ടുള്ള ജാസ്മിൻ ജാഫർ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള വീഡിയോ, ആ ഒരു ക്രീമാണ് ഇവരെല്ലാം വാങ്ങി ഉപയോഗിച്ചത്. അപ്പം ഇവരൊക്കെ ഒരു യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥതയും നമ്മളുടെ എന്താ പറയുക വ്യൂവേഴ്സിനോട് സബ്സ്ക്രൈബേഴ്സിനോടില്ല. നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ചെറിയ കുട്ടികളാണ്, അവരുടെയൊക്കെ സ്കിന്നെന്ന് പറഞ്ഞാൽ വളരെയധികം വൾണറബിൾ സ്കിന്നാണ് അല്ലേ. ആ ഒരു സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന വലിയൊരു പ്രൊട്ടക്റ്റീവ് ബാരിയറാണ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പം അതെല്ലാം വളരെ പെട്ടെന്ന് ഡാമേജ് ആയി പോകും. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ പ്രായപൂർത്തിയാവാത്ത കുട്ടികളുടെ അവരുടെ സ്കിന്ന് വളരെ ലോലമാണ്. അപ്പം അതിനെയൊക്കെ ഇങ്ങനെ താറുമാറാക്കി അവർക്ക് ഇതേപോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ ഒക്കെ കൊടുക്കുന്ന വീഡിയോസ് പങ്കുവെക്കൽ തന്നെ നിങ്ങൾ ആദ്യം നിർത്തുക. അപ്പം നമ്മൾ നേരത്തെ കണ്ടു മമ്മൂക്കയ്ക്കെതിരെ വരെ കേസ് പോയി അല്ലേ. എല്ലാവർക്കും അറിയാം മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തി ജനിച്ച എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ദുലേഖ ബ്യൂട്ടി സോപ്പ് ഉണ്ടായത്. മമ്മൂക്ക ജനിച്ചപ്പോൾ മുതലേ ഇന്ദുലേഖ ബ്യൂട്ടി സോപ്പിൽ മുങ്ങിക്കുളിച്ചിട്ട് ആ നിറം വച്ച ആളൊന്നും അല്ല. പക്ഷെ എന്താണ്, അദ്ദേഹത്തിൻ്റെ വാക്ക് വിശ്വസിച്ചത് കൊണ്ട്, അദ്ദേഹത്തിലുള്ള വിശ്വാസ്യത കൊണ്ട് ഒരു വ്യക്തി അത് വാങ്ങി ഉപയോഗിക്കുന്നു, അയാൾക്ക് റിസൾട്ട് കിട്ടിയില്ല. വളരെ സാധാരണക്കാരനായ വ്യക്തിയാണ്, അയാൾ കേസിന് പോയി. ഇത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിലുള്ള ഒരു കാര്യമാണ്. ഒരു പ്രൊഡക്റ്റ്, ഏത് പ്രൊഡക്റ്റ് ആയാലും അതിൻ്റെ ഉൽപ്പാദകൻ പരസ്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുവോ അത് വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിക്കും ആ ഗുണങ്ങൾ കിട്ടിയിരിക്കണം. അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കേസിന് പോകാം. അങ്ങനെ അദ്ദേഹം ആകെ ആവശ്യപ്പെട്ടത് 50,000 രൂപയാണ്. ആ 50,000 രൂപ നഷ്ടപരിഹാരം, അതായത് ഇവർ കോടതിക്ക് പുറത്ത് കേസ് ഒത്തുതീർപ്പാക്കി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ബ്യൂട്ടി ബ്ലോഗ്സ് ചെയ്യുന്ന എല്ലാവരുടെയും അവസ്ഥ. ഇവരെല്ലാവരും അപ്പോഴത്തെ ലാഭം അത് മാത്രമാണ് ഇവരുടെ മുൻപിലുള്ളൂ. ഇപ്പം കിട്ടുന്നത് ഇങ്ങ് പോരട്ടെ, അത് ബ്യൂട്ടി പ്രൊഡക്റ്റുകളായാലും ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും എന്ത് സാധനമായാലും ഇതിൻ്റെ ഒന്നും ഒരു ഗുണനിലവാരമോ മൂല്യമോ ഒന്നും ഇവർക്കറിയില്ല. കാരണം ഇവർ യൂസ് ആൻഡ് ത്രോ